ഹലോ ഗായ്സ്, അപ്പോൾ എന്തൊക്കെയുണ്ട്, സുഖമല്ലേ? നമ്മളങ്ങനെ ഒരുപാട് നാളുകൾക്ക് ശേഷം ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. വീഡിയോ ഇടാത്തതിനുള്ള മെയിൻ കാരണം എനിക്ക് മടിയായതുകൊണ്ടാണ്, അല്ലാതെ വേറൊന്നുമല്ല. ഇന്നിപ്പോൾ ഞാൻ എൻ്റെ അമ്മമാൻ്റെ വീട്ടിൽ പോകുന്ന ഒരു വ്ളോഗാണ്. സത്യം പറഞ്ഞാൽ ഇതൊക്കെ എടുത്ത് വെച്ചിട്ട് കുറേ ദിവസമായിരിക്കും എഡിറ്റ് ചെയ്ത് അങ്ങനെ വെച്ചിട്ടുള്ളതായിരുന്നു. ഇടാൻ കുറച്ച് വൈകിപ്പോയി എന്നുള്ളതാണ്. എൻ്റെ അമ്മമാൻ്റെ വീട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്ഥലമാണ് പോകാനുള്ളത്. ഭയങ്കരമായിട്ട് നല്ല മല, തോട്, പാടം അങ്ങനെയൊക്കെയുള്ള ഒരു അടിപൊളിയായിട്ടുള്ള പ്ലേസാണ്. പിന്നെ അവിടെ പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ അമ്മമ്മനെ ചെറുപ്പത്തിൽ കളിച്ചിട്ടുള്ള ടോയ്സ് അതൊക്കെ എപ്പോഴും അതേപോലെ തന്നെ മുപ്പത്തിയെ നല്ല സൂക്ഷിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. മുപ്പത്തിയുടെ ഒരു പ്രത്യേകതരം ഇഷ്ടമാണ് അങ്ങനെ നമ്മൾ ചെറുപ്പത്തിലുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ അങ്ങനെ ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു മലയുണ്ട്, ഒരു ചെറിയ ടൂറിസ്റ്റ് പ്ലേസാണ്. അപ്പോൾ നമ്മളെല്ലാവരും ഇവിടെ ഫാമിലി ആയിട്ട് അവിടേക്കൊന്ന് പോയി. പണ്ട് ഇവർക്ക് ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ ഇപ്പോൾ നല്ല ടിക്കറ്റ് റേറ്റൊക്കെ കൂടിയിട്ടുണ്ട്. ഇപ്പോൾ ടിക്കറ്റൊക്കെ എടുത്തിട്ടാണ് നമ്മൾ കയറിയിട്ടുള്ളത്. പിന്നെ അതിൻ്റെ മുകളിൽ കയറിയിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് കളിക്കാനുള്ള ഓരോ ഐറ്റംസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കുട്ടികൾ കളിക്കാമെന്ന് പറഞ്ഞ് നമ്മളും കയറിയിരുന്ന് കളിക്കുമല്ലോ, അതാണ് നമ്മുടെ ഷൈ. പിന്നെ ഈ മല കാണുന്ന പോലെയല്ല, നല്ല കുത്തിനുള്ള കയറ്റാണ്. കയറി പകുതി ആകുമ്പോഴേക്കും നമ്മൾ കുഴങ്ങും. പക്ഷെ എൻ്റെ ഉപ്പയൊക്കെ മാഷാഅല്ലാഹ് അപ്പോഴും ആൾ നല്ല അടിപൊളിയായിട്ടാണ് കയറുന്നത്. ആളുടെ അത്ര എനർജിയും കൂടി എനിക്കില്ല, കാരണം ഞാൻ പകുതി കയറുമ്പോഴേക്കും ഞാൻ കുഴങ്ങി അവിടെ ഇരിക്കും. പിന്നെ ഈവനിങ് ടൈം ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ മുകളിൽ നല്ല അടിപൊളി വ്യൂവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. മോർണിംഗ് പോയാലും നല്ല രസമായിരിക്കും കാണാൻ. പിന്നെ അവിടുന്ന് വന്നിട്ട് നല്ല ദാഹം ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ നല്ല വെള്ളം കുടിച്ച് പിന്നെ വന്നപ്പോഴേക്കും ഉമ്മ നല്ല അടിപൊളി ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്നു. മല കയറി ഇറങ്ങി അതിൻ്റെ കുഴക്കം കൊണ്ട് തോന്നുന്നു. ഞങ്ങളെല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഫുഡ് കഴിച്ചു. പിന്നെ അതിൻ്റെ അടുത്ത് തന്നെയാണ് എൻ്റെ അമ്മേൻ്റെ വീട്. അപ്പോൾ ഞങ്ങൾ അവിടേക്കും കൂടി പോയിരുന്നു. ഈ സംഭവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അമ്മമാർക്കുള്ള എല്ലാം പ്രത്യേക ഒരു അസുഖം തോന്നി. ഈ ചെടി പൊട്ടിക്കൽ പണ്ട് എൻ്റെ അമ്മ മാത്രമേ ഇരുന്നു ഇത് പൊട്ടിച്ചിരുന്നു. ഇപ്പം എൻ്റെ അപ്പയും കൂടി ഇതിൻ്റെ കൂടെ കൂടിയിട്ട് ആകെ വഷളായിട്ടുണ്ട്. പിന്നെ ഇത് നിങ്ങൾ ആരെയും കഴിച്ചിട്ടുണ്ടോ എന്നറിയില്ല. ഇതാണ് ലക്ഷദ്വീപ് ഉണ്ട്. എൻ്റെ സിസ്റ്റർ ലക്ഷദ്വീപ് പോയി വന്നപ്പോൾ കൊണ്ടുവന്നാണ്. സാധനം കുഴപ്പമില്ലാത്ത രസമുള്ളൊക്കെ ഒരു ഐറ്റം ആയിരുന്നു. നിങ്ങൾ ആരെങ്കിലും ഈ ഐറ്റം കഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ഇടുകൊണ്ടു. പിന്നെ നമ്മളതൊക്കെ കഴിച്ച് വീട്ടിൽ പോയി. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ ബൈ.